الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. अपने महबूब को ये खुदा ने कहा, तू जो चाहे तो क़िबला बदल जाएगा, जो है तेरी रज़ा जो है तेरी वो है मेरी रज़ा. സർവാദരണീയരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പൊന്മള ബാക്കവി ഉസ്താദ് അവറുകളുടെ മഹത്തായ ദർസിന്റെ വാർഷികവും സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അസ്സഞ്ചരി റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ വാർഷികവും വളരെ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. ജല്ല ജലാലായ റബ്ബ് അവന്റെ മഹളായ ഫള് കൊണ്ട് മഹത്തായ സദസ്സും സംഘാടനവും പ്രോഗ്രാമുകളുമെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദാനമായി ഇന്ത്യക്കു ലഭിച്ച അത്വാഉർ റസൂൽ ഖാജ തങ്ങളുടെ തിരുസവിധത്തിലും സന്തോഷത്തോടെ സ്വീകരിക്കപ്പെട്ട നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ ഔലിയാക്കളെ ഓർക്കുക, അവരുടെ അവദാനങ്ങൾ പാരായണം ചെയ്യുക, അവരുടെ മഹത്വങ്ങൾ ജനങ്ങളെ ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കുകയും അവരുടെ മഹനീയമായ ചരിത്രത്തെ ഉദ്ഘോഷിക്കുകയും ചെയ്യുക. ഇതെല്ലാം വളരെ പുണ്യകരമായ മഹത്കർമ്മങ്ങളിൽ പ്രധാനമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സച്ചരിതരായ മുൻഗാമികളെയുമെല്ലാം ഓർക്കുകയും അവരുടെ ചരിത്ര പാരായണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് വളരെ മഹനീയമായ
കർമ്മങ്ങളിൽ ആരാധനകളിൽ പെട്ടതാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ അനുഗ്രഹ അനുതാപ അടിസ്ഥാനപരമായ ഒരു പുണ്യകർമ്മമാണ് എന്നതിന് പുറമെ അവരുടെ ജീവിത വഴികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ആ ജീവിത മാർഗത്തിലേക്ക് ആനുകാലിക തലമുറയെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുക എന്നത് ചരിത്രത്തിന്റെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ 803ാമത് ഉറൂസ് ആഘോഷിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തെ ഏകദേശം 1 സഹസ്രാബ്ദത്തോളം കാലമായി ജനങ്ങൾ ഓർക്കുകയും അവരുടെ ചരിത്രത്തെ പാരായണം ചെയ്യുകയും അവരെ സന്ദർശിക്കുന്നത് അനുഭവിക്കുകയും ചെയ്യാനുള്ള കാരണം എന്താണ്? അവരുടെ മഹനീയമായ ചരിത്ര പാരായണത്തിന്റെ എന്താണ് എന്ന് നോക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവർ ഒരിക്കലും മറക്കാത്ത വ്യക്തിത്വങ്ങളായി മാറിയത് എന്ന് നാം പഠിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാരെ അവരുടെ നിർബന്ധമോ ഇല്ലാതെ അവരുടെ നമ്മളോട് കൽപ്പിക്കാതെ വിശ്വാസികളായ ആളുകൾ അവരോടുള്ള ബഹുമാനങ്ങളും ആദരങ്ങളുമെല്ലാം നിലനിൽക്കാനുള്ള കാരണം എന്താണ്? അത് പഠിക്കുകയും ആ മാർഗത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് ചരിത്രപരമായ ഒരു പുനർനിർമ്മിതിയുടെ ഭാഗമാണ്. അതിലെല്ലാം ഉപരിയായി പരിശുദ്ധ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ വായനകൾ ആഗോളതലത്തിൽ നടക്കുമ്പോൾ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഔലിയാക്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഹൈന്ദവർ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു നാട്ടിലേക്ക് ഒരു ഇസ്ലാമിക വ്യക്തിത്വം കടന്നു വരികയും ഹൈന്ദവരാൽ കൂടി ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഉന്നത പദവിയിലേക്ക് മഹാന്മാരായ ഔലിയാക്കൾ മാറിയത്. എല്ലാ സ്നേഹാദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത പദവിയിലേക്ക് മഹത്തുക്കളായ ഔലിയാക്കൾ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് ആനുകാലിക ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം തീർത്തും സ്വന്തം മതവിശ്വാസികളില്ലാത്ത ഒരു നാട്ടിലേക്ക് ഒരു വ്യക്തിയോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊപ്പമോ വന്നു കയറിയാൽ ആയുധപ്രയോഗങ്ങളുണ്ടോ പോരാട്ടമുണ്ടോ കീഴടക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മതവൽക്കരിക്കാൻ പിന്നെ എങ്ങനെയാണ് ഖാജാ തങ്ങൾ ഇന്ത്യയുടെ സുൽത്താൻ മാറിയത്? ഇപ്പോഴും എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഇത്രയേറെ പ്രശ്നങ്ങളും മതകീയമായ ചർച്ചകളും നടക്കുമ്പോഴും ഖാജാ തങ്ങളുടെ വ്യക്തിത്വത്തെ ധൈര്യമില്ലാതെ ഖാജാ തങ്ങളുടെ ആദരവിനെ വകവെച്ചു കൊടുക്കാൻ ബഹുസ്വര ബഹുമത സമൂഹങ്ങളും നേതാക്കളും എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത്? ഇങ്ങനെ ഒരു ആലോചന നടത്തുമ്പോഴാണ് മഹാന്മാരായ മുൻഗാമികൾ ഇവിടെ അവതരിപ്പിച്ചത് സഹിഷ്ണുതയുള്ള ഇസ്ലാമായിരുന്നു എന്ന് ബോധ്യമാകുന്നത്. ഇസ്ലാമല്ലാത്ത ആരും ഇവിടെ ജീവിച്ചുകൂടാ
എന്ന് പറഞ്ഞുകൊണ്ട് അരും കൊല ചെയ്യുന്ന ഒരു ഇസ്ലാമിനെ അല്ല മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിനെയല്ല മുആദ് ബിൻ ജബൽ തങ്ങൾ യമനിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഇസ്ലാമിനെയല്ല സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ചൈനയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഇസ്ലാമിനെയല്ല തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിനെയല്ല അബൂ ഹുറൈറ തങ്ങൾ സിറിയയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഇസ്ലാമിനെയല്ല അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു ബീഹാറിലേക്ക് കൊണ്ടുവന്നത്. ഇസ്ലാമിനെയല്ല ഖാജായെ ഖാജിക ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി അൽ സഞ്ചരി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ആനുകാ വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഉള്ള ഒരു ദേശത്ത് അവരുടെ അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളെ വകവെച്ചു കൊടുത്തുകൊണ്ട് സഹിഷ്ണുതയോടെ ജീവിക്കാനും മതപ്രചാരണം നടത്താനുമുള്ള മാതൃകകളുടെ അത്യുജ്വലമായ ചരിത്ര സാക്ഷ്യങ്ങളാണ് മഹാന്മാരായ ഔലിയാക്കൾ എന്ന് വരുമ്പോൾ ആനുകാലിക മുസ്ലിം ജനതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആനുകാലിക ഇസ്ലാമിക വിമർശകർക്ക് ഏറെ കാര്യം മനസ്സിലാക്കാനുണ്ട്. ആനുകാലിക ആന്റി ഇസ്ലാമിക് മൂവ്മെന്റുകൾക്ക് ഇസ്ലാമിനെ ഏറെ വായിക്കാൻ അവസരമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മഹാനായ ഖാജ തങ്ങളെ അല്പനേരം നമ്മൾ വായിക്കാൻ ഒരുങ്ങുന്നത്. അവിടുത്തെ ദീർഘമായ ഒരു 96 കൊല്ലത്തെ ജീവചരിത്രത്തെ വായിക്കുവാനോ അവതരിപ്പിക്കുവാനോ ഈ ചെറിയ സമയത്തിനുള്ളിൽ സാധ്യമല്ല. അതുമായി അവിടുത്തെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ഞാനതുകൊണ്ട് വിസ്തൃതമായ ഒരു തലത്തിലേക്ക് കടക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിപ്രഭാവത്തെ ലോകത്തിന്റെ മുമ്പിൽ എടുത്തു പറയുമ്പോൾ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മൂന്ന് രാജ്യങ്ങളിലെ വരുന്ന വിശ്വാസികളുടെ അടിസ്ഥാനപരമായ ഹിദായത്തിന്റെ കാരണമായി അല്ലാഹു തആല നിയോഗിച്ചത് മഹാനായ ഖാജ തങ്ങളെ ആയിരുന്നു എന്നത് അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണെങ്കിലും കേരളം ഒഴികെയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങൾ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് അതുപോലെ തന്നെ പാകിസ്ഥാനുമെല്ലാം ഈ ഒരു ഭൂപ്രദേശത്തേക്കാണ് മഹാനായ ഖാജ തങ്ങളുടെ ദഅവത്തിന്റെ കടന്നുവരവ്. ഒരു മഹാന്റെ നിയോഗം അത് കേവലമായ ഒരു യാദൃച്ഛികതയ്ക്കപ്പുറം ചരിത്രപരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ചരിത്രപരമായ ഒരുപാട് വായനയ്ക്ക് അതിൽ ഇടമുണ്ടാകും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ അങ്ങ് മാറുകയല്ല, യാദൃച്ഛികമായി ഒരാൾ ഒരു പ്രതിഭയായി വരികയല്ല. മുക്കാൽ ആളുകളും കാലം കാത്തിരിക്കുന്ന വിധത്തിലാണ് നവോത്ഥാന നായകന്മാരുടെ കടന്നുവരവുള്ളത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുൻകാല വേദങ്ങളിൽ പ്പെട്ടിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിളിച്ചു പറയുകയാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകമണ്ഡലങ്ങൾ മുഴുവനും അറിവ് നിറയ്ക്കുന്ന ഒരു ഖുറൈശി മഹൽ പ്രതിഭ വരാനിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ഇതുപോലെ ഓരോ മഹാന്മാരും ലോകത്തിന്റെ ഗതിയും ദിശയും നിർണയിക്കുന്നതിന് മുമ്പ് അവരെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
തിരുജീവിതത്തെ മുന്നറിയിപ്പ് നൽകാൻ ലോകത്ത് മുഴുവനും സാക്ഷിത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ അനന്തരാവകാശികളായ ആലിമീങ്ങളുടെ നിയോഗത്തിനും അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം തിർമിദി നിവേദനം ചെയ്തു, അന ദഅവതു ഇബ്രാഹിം വ ബിശാറത്തു ഈസാ വ റുഅയ ഉമ്മി. ഞാൻ എന്റെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്റെ പരമ്പരയിൽ നിന്ന് മഹോന്നതമായ രത്നത്തെ ലോകത്തേക്ക് ഉദിപ്പിക്കണം എന്ന്. അതിന്റെ പ്രതിഫലനമാണ് ഞാൻ. എന്റെ മുൻഗാമിയായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തു, എനിക്ക് അവിടുന്ന് മുന്നറിയിപ്പ് നൽകി, ബിശാറത്ത് നൽകി, ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാനൊക്കത്തില്ല, കാര്യസ്ഥൻ വരും എന്നാണ് ആധുനിക ബൈബിളിൽ അതിന്റെ ചെറിയ ഒരു ആശയം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അതിനെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറുഇയ ഉമ്മി, എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ സ്വപ്നങ്ങൾ എന്റെ വ്യക്തിത്വത്തെ മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ടാണ് 6-ാമത്തെ വയസ്സിൽ അബവായിൽ വെച്ച് ആദരണീയയായ മാതാവ് ലോകത്തോട് വിട പറയാൻ അടുക്കുമ്പോൾ 6 വയസ്സുള്ള കുഞ്ഞോമന മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇൻ സഹമ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സത്യമാണെങ്കിൽ മോൻ ലോകത്തേക്ക് വരാനുള്ള, നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകനാണ്. ഞാൻ ലോകത്തോട് വിട പറയുകയാണെങ്കിലും ലോകത്തിനുള്ള വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ആമിനയായി വിട പറയുമ്പോഴും അമാനത്തിനെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ വളരെ വിശാലമായ ആശയങ്ങളുള്ള മുന്നറിയിപ്പുകളെ വാലിദാഹുൽ കരീമാനി എന്ന അധ്യായത്തിൽ അദ്ദക്തൂർ മുഹമ്മദ് അബ്ദു യമാനി വളരെ മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ മഹാന്മാരായ ആളുകളെ കുറിച്ചെല്ലാമുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ച മഹാരഥന്മാർക്കെല്ലാം സച്ചരിതരായ മാതാപിതാക്കളുടെ മഹനീയമായ പരമ്പരകൾ നൽകിയിട്ടുണ്ട്. അതിലെ ഒരു തെളിവാണ് മഹാനായ ഗൗസുൽ ആദം പീറാൻ മുഹയ്യിദ്ദീൻ الجيلاني قدس الله سره العزيز أنت الحسينية والحسنية كنت أبا وأما شريفين. മാതാപിതാക്കൾ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ താഴ്വഴി ഹസനി ഹുസൈനി പരമ്പരകളിൽ നിന്നാണ് ലോകത്തേക്ക് വന്നത് എന്ന് മഹത്തായ ഖുത്ബിയ്യത്തിലൂടെ നമ്മൾ ഓതുകയാണ്. സമാനമായ ഒരു വായനയാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു തങ്ങളുടെ 11ാമത്തെ പുത്രനായി പൗത്രനായി ഈ ലോകത്തേക്ക് ഉദയം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അഥവാ മൂസൽ കാളിം എന്നവരിലൂടെ മഹനീയമായ ഒരു താവഴി പിതാവിന്റെ പരമ്പരയിലും ബഹുമാനപ്പെട്ട ഹസനുൽ മുസന്ന റളിയല്ലാഹു അൻഹുവിലൂടെ അലി റളിയല്ലാഹു അൻഹുവിലൂടെ ചേരുന്ന മാതൃപരമ്പരയിലും നബി സല്ലല്ലാഹു നവാസ് പാവപ്പെട്ടവരുടെ അത്താണി എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാനം എന്നർത്ഥമുള്ള അതാഉർ റസൂൽ സ്ഥാനപ്പേരുള്ള നമ്മൾ ഇവിടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ലോകത്തേക്ക് നൽകിയ മഹനീയമായ ആത്മീയ താവഴി അറിയപ്പെടുന്നത് ചിശ്തി ആത്മീയ മാർഗമായിട്ടാണ്. മഹാനവർകളുടെ പിതാവ് തന്നെ
അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ലോകത്ത് അറിയപ്പെട്ട മഹനീയമായ ഒരു പണ്ഡിതൻ. മാതാപിതാക്കൾ പേര് വെച്ചു കൊടുത്തത് ഹസൻ എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹസ്രത്ത് ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഉസ്താദിൽ നിന്ന് പഠനം തുടങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പിതാവ് ഗിയാസുദ്ദീൻ അഥവാ ഗിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിജ്ഞാനം നേടിയിട്ടുള്ള മഹാനവറുകളാണ്. അവിടുത്തെ ബാല്യകാലത്ത് ഒരുപാട് ഗർഭസ്ഥ ശിശുക്കൾ തന്നെ ബാവാമുദൂഗിന്ന് ഖുതുബായി വന്നോവർ എന്ന് പറഞ്ഞതുപോലെ പള്ളയിൽ കുഞ്ഞ് വളരുന്ന കാലത്തു തന്നെ മഹദിയായ മാതാവിന് കുഞ്ഞിന്റെ ദിക്റുകൾ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും മഹാനവറുകളുടെ ദിക്റുകൾ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞു ദിക്റു ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു. മാത്രമല്ല മഹാനവറുകളെ അഥവാ ഹസൻ എന്ന് പറയുന്ന മകനെ ഗർഭം ധരിച്ചത് മുതൽ എല്ലാ നിലയിലുമുള്ള ഒരു ഐശ്വര്യം, എല്ലാ നിലയിലുമുള്ള ഒരു സന്തോഷം, എല്ലാ നിലയിലുമുള്ള ഒരു സന്തോഷത്തിന്റെ മുന്നറിയിപ്പ് ആ കുടുംബത്തിൽ മൊത്തത്തിൽ അനുഭവിക്കാമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതുകയാണ്. അങ്ങനെ മഹാനന്റെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മാന്യമായി അധ്വാനിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചുറ്റുപാടിൽ മുന്നോട്ട് പോകുന്ന മഹാനവറുകൾ മകനെയും പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം മകനെ ലാളിക്കുവാനും വളർത്താനുമുള്ള ഭാഗ്യം മഹാനായ ഗിയാസുദ്ദീൻ എന്നവർക്കുണ്ടായില്ല. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഭാഗമായി ദേശങ്ങളിൽ മാറി മഹാനവറുകൾ 2 ദേശം താമസിക്കേണ്ടി വന്നു. രാഷ്ട്രീയ ചരിത്രം ഇതിന്റെ ഒപ്പം പറഞ്ഞാൽ എവിടെയും എത്താത്തത് കൊണ്ട് ഞാൻ വളരെ സൂചനാത്മകമായി മാത്രം ചിലത് പറയുകയാണ്. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഭാഗമായി നടത്തി മഹാവ്യക്തിത്വങ്ങളായ ദേശങ്ങളിൽ അവിടുത്തെ താമസങ്ങൾ മാറ്റുകയാണ്. ത്തിനിടയിലാണ് മഹാനായ ഹസൻ എന്ന മകൻ ജനിക്കുന്നത്. അതിനു മുമ്പേ തന്നെ വരാനുള്ള മകനെ കുറിച്ചുള്ള സൂചന. ഏതായാലും മനോഹരമായ ഒരു മഹാനായ ഹസൻ ബിൻ ഗിയാസുദ്ദീൻ അഥവാ ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു വളരുകയാണ്. 14 വയസ്സായപ്പോഴേക്ക് ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു. ഉപ്പാന്റെ പക്കൽ നിന്ന് നല്ല ഒരു ചില്ലറ സാധനങ്ങളും അനന്തരമായി ലഭിച്ചു. കിട്ടിയ സ്വത്തുകളെല്ലാം ദാനം ചെയ്തു. ഒരു മുന്തിരി തോട്ടം കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് അതുമായി ജീവിതമാർഗം നല്ല നിലയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരെയും തിരിച്ചറിയുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഇത് വാഗ്ദത്ത പ്രവാചകരാണ് എന്ന് പറഞ്ഞു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അല്ലയോ മോനെ, നീ നാളത്തെ ആത്മീയ ചക്രവാളത്തെ നയിക്കാനുള്ള ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ നാൽക്കാലികൾ പോലും മഹാനവറുകളോട് നീ കളിക്കാനുള്ളവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല മുന്നറിയിപ്പുകളും ഔലിയാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ ബാല്യകാലം മക്കയിൽ നിന്ന് തിരിച്ചറിഞ്ഞവരുണ്ട്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പേർഷ്യയുടെ പ്രവിശ്യയിലൂടെ നടക്കുമ്പോ മോൻ കർമ്മശാസ്ത്രം പഠിക്കണം, അതിന്റെ രാജാവാകണം എന്ന് മുന്നറിയിപ്പ് നൽകിയ ആത്മജ്ഞാനികളുണ്ട്. കാരണം ഓരോന്നും തിരിച്ചറിയാനുള്ള ഉപകരണങ്ങൾ വേണം. അതുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവിടെ പലവിധേനയുള്ള ശബ്ദങ്ങളും കടന്നു പോകുന്നുണ്ട്, ചിത്രങ്ങളും ഇതുവഴി വരുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതിന്റെ മുന്നിലൂടെ ഒരുപാട് ചിത്രങ്ങളും ശബ്ദങ്ങളും കടന്നു പോകുന്നുണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള ഒരു റിസീവർ ഓണാക്കിയാൽ അതാ ആകാശവാണിയിലെ വാർത്ത ഇവിടെ വെച്ച് നിങ്ങൾക്ക് കേൾക്കാം. ദൂരദർശന്റെ സംപ്രേഷണം ഇവിടെ വെച്ച് കാണാം. ഇവിടെയുണ്ട്. അത് കാണണമെങ്കിൽ വേണം, അത് കേൾക്കണമെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു റിസീവർ, ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ഉപകരണം ഇവിടെ എന്നാൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ കഴിയൂ. അതുപോലെ കണ്ണുകൾ ഒരുപോലെയല്ല, അവരവരുടെ ആത്മീയ ശുദ്ധിക്കനുസരിച്ചുള്ള നയനങ്ങൾ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ
ആത്മജ്ഞാനികൾ എപ്പോഴും തുറന്നിരിക്കുകയാണ്. നമ്മുടെ മുഖക്കണ്ണുകളെക്കാൾ അതിന് കാഴ്ചയുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ മഹാനായ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ തോട്ടത്തിൽ അവിടേക്ക് മഹാനായ ഒരു സൂഫി വര്യൻ കടന്നു വരുന്നു. ഇബ്രാഹിം, ഹസ്രത്ത് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരികയാണ്. ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. മഹാനവറുകൾ കടന്നു വന്നയാളെ സ്വീകരിച്ചു. അല്പം പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് അതിഥി സൽക്കാരം നടത്തി. ഉടനെ മഹാനവറുകൾ അവിടുത്തെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു റൊട്ടിയെടുത്ത് മഹാനവറുകൾക്ക് നൽകുകയാണ്. കഴിക്കുമ്പോഴേക്ക് ആത്മാന്തരങ്ങളിൽ ലോകത്തേക്ക് ഉയരുകയാണ്. അകക്കണ്ണുകൾ തുറക്കുകയാണ്. ഹൃദയത്തിന്റെ മറകൾ മാറി വാനലോകത്തിന്റെ ചിത്രങ്ങൾ പ്രതിബിംബിക്കുന്ന ഹൃദയമായി മാറുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീറിൽ എഴുതിയതുപോലെ, മഹാന്മാരായ ആളുകളുടെ ഹൃദയങ്ങൾ അതാ ഒരു കണ്ണാടി പോലെ തെളിച്ചമായി കിടക്കുകയാണ്. അത് വാനലോകത്തേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. വാനലോക ചിത്രങ്ങൾ ഇതിൽ പ്രതിബിംബിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ, മഹാനായ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പുതിയ ഒരു ലോകത്തേക്ക് വന്നു. ഹൃദയം തുറക്കുകയാണ്. ആത്മീയമായ ഒരു ലോകനായി എന്ന്, ഞാൻ കുറെ ബുക്കുകൾ വായിച്ച് പണ്ഡിതനായി എന്ന്, അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴൊക്കെ കിതാബ് ഇറക്കിയോ അപ്പോഴെല്ലാം ഒരു നബിയിലൂടെ മാത്രമേ കിതാബ് ഇറക്കിയിട്ടുള്ളൂ. കിതാബില്ലാത്ത നബിമാരാണ് ഭൂരിപക്ഷം. പക്ഷേ നബിയില്ലാത്ത ഒരു കിതാബും അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വന്തമായ വായനയ്ക്ക് പരിമിതികളുണ്ട്. പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനിലൂടെ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാന കേന്ദ്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താണ്? അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം വിശദീകരിച്ചു നൽകണം. വിശദീകരണമില്ലാതെ ഈ ഗ്രന്ഥം കൊടുത്താൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ആ വിശദീകരണം ജീവിതത്തിലൂടെയാകാം, വ്യാഖ്യാനത്തിലൂടെയാകാം. അവതരിപ്പിക്കപ്പെട്ടതിനെ വിശദീകരിച്ചു കൊടുക്കാനുള്ള ദൗത്യം മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനായ ഖാജാ തങ്ങൾ ഒരു ഗുരുവിന്റെ തണലിലേക്ക് വരികയാണ്. ആരാണ് ഗുരുവെന്നറിയുമോ? ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആധ്യാത്മികതയുടെ ഉന്നത വിധാനങ്ങൾ നേടുകയും ചെയ്ത ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. കാരണം ലോകം മുഴുവനും പ്രദീപ്തമാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിലൂടെയാണ്. അല്ലാതെ ലോകത്തിന് വെളിച്ചമില്ല. നബി സല്ലല്ലാഹു ങ്ങളിലൂടെയാണ് ലോകം മുഴുവനും പ്രഭാവിതമാകുന്നത്. ഉൻകി മെഹ്റാബേ ഹറം കാ പർദ പർദ നൂർ കാ, ഉൻകി ഏക് ഏക് രാഹ് ഗുസർ കാ ദർറ ദർറ നൂർ കാ, ജൽവഗാഹേ ലം യസൽ ഹേ ഉൻകെ ഹുജ്റാ നൂർ കാ, ഉൻകെ ഖസ്റേ ഖദർ സേ ഖുൽദേ കമറാ നൂർ കാ, सिदर पाए बाग में नन्हा सा पौधा नूर का, नूर की दहलीज पर हाजिर है मंगता नूर का, मांगता है वाली बतहा से टुकड़ा नूर का, जांगता है आसमानों से उजाला नूर का, सुबह तैयबा में हुई बलता है बाला नूर का, सदका लेने नूर का आया है तारा नूर का. ലോകമാകമാനമുള്ള വിശ്വാസികളുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപ്രഭാവത്തെ അടയാളപ്പെടുത്തിയതാരാണ്? അത് വേറെ ആരുമല്ല, മദീനായുടെ മലർവനിയിലിരുന്ന
മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ മധു അടയാളപ്പെടുത്തിയ ലോകത്തിന്റെ മുഴുവനും നായകരായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ നബി തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്തിന്റെ, ആഴമില്ലാത്ത സ്നേഹത്തിന്റെ, അഥവാ ആഴം തീരാത്ത സ്നേഹത്തിന്റെ ഉടമയായ മഹാന്മാരായ ആത്മജ്ഞാനികളാണ് ലോകത്തെ മുഴുവനും വഴി നടത്തുന്നത്. അതിൽ പ്രഫുല്ല ദീപ്തിയായ മഹാനാണ് ഉസ്മാൻ ഹാറൂനി. ആ മഹാനായ ഉസ്മാൻ ഹാറൂനി തങ്ങൾ അതാ ബഹുമാനപ്പെട്ടവരെ ഏറ്റെടുക്കുകയാണ്. മമ്മിക്കുട്ടി ഖാദി അവர்கள் ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങളുടെ കൈപിടിച്ചതുപോലെ, അതുപോലെ മഹാന്മാരായ ഔലിയാ അവരുടെ ശിഷ്യന്മാരെ പരിചരിച്ചതുപോലെ മഹാനരായ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു പഠിക്കുകയാണ്. അതാദ്യമായി കടന്നു വരുന്നവരോട് ആത്മീയമായ മാർഗത്തിലെ ചില ശിക്ഷണങ്ങളാണ്. അതിൽ ഒരു ശിക്ഷണ ഖാജാ തങ്ങളോട് പറയുന്നു, അല്ലയോ മോനെ, 20 കൊല്ലം മഹാനായ ഖാജാ തങ്ങൾ ഉസ്മാൻ ഹാറൂനി കഴിച്ചുകൂട്ടുകയാണ്. അതിന്റെ ആരംഭം എങ്ങനെയാണ്? മോനെ, വുളു ഒന്ന് പുതുക്കി വരുമോ? വുളു ഒന്ന് പുതുക്കി വരുമോ എന്നാണ് ചോദ്യം. അഥവാ ഖാജാ തങ്ങൾ എപ്പോഴും വുളു പതിവാക്കുന്നവരാണ്. ഒരു മുഅ്മിനായ മനുഷ്യനല്ലാതെ നിത്യമായി വുളുവിൽ ഉണ്ടാവാൻ കഴിയില്ല. അതുകൊണ്ട് ദായിമുൽ വുളു ആകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം കേട്ട് പോയാൽ പോരാ, ഒരു മഹാന്റെ ജീവിതം കേൾക്കുമ്പോ ഒരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അധികം വരണം. അവരുടെ ജീവിത ചിട്ടകളിൽ നിന്ന് ഒരു സൽക്കർമ്മമെങ്കിലും നമ്മളിലേക്ക് അധികമായി വരണം. അപ്പോഴാണ് മഹാന്മാരോടുള്ള കടപ്പാട് പൂർണ്ണമാവുക. മഹാനായ ഉസ്മാൻ ഹാറൂനി തങ്ങൾ വിളിക്കുകയാണ്, അല്ലയോ മോനെ, ഒന്ന് വുളു പുതുക്കി വരാമോ? മഹാനവറുകൾ വുളു പുതുക്കി വരികയാണ്. കാരണം ദായിമുൽ വുളു ആണ്. എന്നിട്ട് പറഞ്ഞു, മോനെ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരണം. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ മഹാനവറുകളോട് പറയുകയാണ്, ഖിബിലയ്ക്കു നേരെ ഇരുന്നിട്ട് സൂറത്തുൽ ബഖറ മുഴുവനും ഒന്ന് പാരായണം ചെയ്യണം മോനെ. ആനുകാലിക യുഗത്തിൽ തരീഖത്തുകൾ ജാടകളായി മാറിയ കാലമാണ്. ഫാത്തിഹ ഓതാൻ അറിയാത്ത മുജദ്ദിദുകൾ, മുറബ്ബിയായ ശൈഖുകൾ, ഖുത്ബുൽ ആലമുകൾ പോസ്റ്റർ അടിച്ച് ഫോട്ടോ വെച്ച് ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാലമാണ്. തരീഖത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് വിഷയമറിയാതെ ചാടി വീഴുന്ന സാധാരണക്കാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് അറിയണം. ഔലിയാക്കൾ അല്ലാഹുവിനെ അറിയുന്നവരാണ്. അവര് ആബിദീങ്ങളാണ്. അവര് അല്ലാഹുവിന്റെ അറിവിന്റെ നിറവറകൾ തുറന്നു കിട്ടിയ മഹാരഥന്മാരാണ്. അവര് സുന്നത്തായ കർമ്മങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് ഏറെ അടുത്തവരാണ്. സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ്. വരട്ടെ, മഹാനായ ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. മഹാനവറുകൾ നേരത്തെ തന്നെ ഹാഫിളുൽ ഖുർആനാണ്. ഖുർആൻ മനപ്പാടമുള്ള മഹാരഥനാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്
എന്ന് കുറെ പ്രാവശ്യം ചെല്ലാൻ നിർദ്ദേശിക്കുകയാണ്. 3 പ്രാവശ്യമാണ്, 100 പ്രാവശ്യമാണ് എന്ന് വ്യത്യസ്തങ്ങളായ എഴുത്തുകൾ കാണുന്നുണ്ട്. ഏതായാലും സുബ്ഹാനല്ലാഹ് ചെല്ലാൻ പറയുമ്പോൾ മഹാനവറുകൾ ആദാബുകൾ പാലിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാണ്. എന്നിട്ട് ഉസ്മാൻ ഹാറൂനി തങ്ങൾ മഹാനവറുകളുടെ കയ്യിൽ പിടിക്കുകയാണ്. കൈ പിടിക്കുമ്പോഴേക്ക് അവര് പുതിയ ഒരു ലോകത്തേക്ക് കയറിപ്പോയി. മഹാന്മാരുടെ കൈ പിടിക്കുമ്പോഴേക്ക് ആത്മീയതയുടെ ചക്രവാള സീമകൾ അവരെ കാണാൻ തുടങ്ങി. അറിവിന്റെ കലവറകൾ അവർക്ക് തുറക്കപ്പെടുകയാണ്. ഇസ്ലാമിക ശരീഅത്തിനെ പാലിക്കാത്ത ഒരു തരീഖത്തിന്റെയും പിന്നാലെ പോകാൻ നമുക്കാവശ്യമില്ല. പ്രകടമായ ശരീഅത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു തരീഖത്തും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. പല വ്യാജ തരീഖത്തുകളുടെയും പിന്നാലെ സാധാരണക്കാരായ ജനങ്ങൾ വീണുപോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുടി നീട്ടി വളർത്തിയതുകൊണ്ട് ഖുതുബാവൂല, ജാടവേഷം കെട്ടിയതുകൊണ്ട് ശൈഖാവൂല. ഈ സമുദായത്തിലെ ചില സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകളുണ്ട്, അതിൽ വീണുപോകൽ. അതാ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ കൈപിടിക്കുമ്പോഴേക്ക് ആത്മീയമായ ഒരു ലോകത്തേക്ക് മഹാനവറുകൾ ഉയർന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മോനെ, നിനക്ക് എന്റെ ആത്മീയ സ്ഥാനവസ്ത്രം അണിയിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം മോനെ. മഹാനവറുകൾ അവിടെ ഇരുന്ന് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. അങ്ങനെ പ്രാഥമികമായ ഉസ്മാൻ ഹാറൂനി തങ്ങൾ സ്വീകരിച്ചു. പിന്നീട് മഹാനവറുകളുടെ കൂടെയുള്ള ശിക്ഷണത്തിലാണ്, മുജാഹദയിലാണ്, റിയാദകൾ വീടുകയാണ്. അഥവാ ആത്മീയ മാർഗത്തിലെ പരിശ്രമമാണ്. ചില ട്രെയിനിങ്ങുകൾക്ക് വിധേയമാവുകയാണ്, ചില കോഴ്സ് വർക്കുകൾ ചെയ്യുകയാണ്. ഇന്ന് ഭൗതികതയുടെ ഭാഷ എങ്ങനെയായതുകൊണ്ട് പറഞ്ഞതാണ്. അതാ നമ്മളെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ പ്രൊജക്റ്റും അസൈൻമെന്റും ചെയ്യുന്നില്ലേ എന്നതുപോലെ ഔലിയാക്കളുടെ റിയാദകളുണ്ട്. അഥവാ ഇന്ന ദിക്ർ ഇത്ര തവണ ചൊല്ലുക, ഇന്ന നിലക്ക് നിസ്കാരം നിർവഹിക്കുക, അങ്ങനെയുള്ള റിയാദകൾ അഥവാ പരിശീലനങ്ങൾ നേടുകയാണ്, അനുശീലനങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അല്ലാഹ് എന്ന ചിന്തയിലേക്ക് കൂടുതൽ ഉയരുകയാണ്. അല്ലാഹ് എന്ന വിചാരത്തിലേക്ക് മൊയ്നുദ്ദീൻ തങ്ങൾ വരുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും കേന്ദ്രം എവിടെയാണ്? അത് വേറെ എവിടെയുമല്ല, മദീന. കമാ തഗ്രിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ സറാപാ ചമൻ ദിയാറെ മദീന ദവാമാശനാ ഹൈ അറേ മദീന. മദീനയിലാണ് എല്ലാവരുടെയും കേന്ദ്രം. ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ഖിബ്ലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ വാദമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രസ്താവനയുടെയും തെളിവ് എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിന്റെ പ്രമാണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ തെളിവ്. പ്രിയമുള്ളവരെ, അറിയണം, നമ്മൾ
മിഅ്റാജിന്റെ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ അഭിമുഖീകരിക്കുകയാണ് അല്ലെങ്കിൽ കാണുകയാണ്. മലയാളത്തിൽ ഒരുപാട് പരിമിതിയുണ്ട്. അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ മുഖത്തിലേക്ക് ഒരു സൂചനയുണ്ടെങ്കിൽ അത് ഞാൻ കേവലം ഉള്ളൂ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവുമായി മുലാഖാത്ത് നടത്തി. മിൻ ഗൈരി തക്യീഫിൻ വലാ തംസീലിൻ വലാ തഅതീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് റബ്ബുമായി സംഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിനെ കണ്ടിട്ട് അല്ലാഹനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നതാരാണ്? ഫദനൗത ഔ അദ്നാ വമീമാ സ്വല്ലാ അലൈക മുസല്ലവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഫഖുൽ അലാ എന്ന വിധാനത്തിലേക്ക് ചെല്ലുകയാണ്. ഉഫഖുൽ അലാ എന്നത് നബി തങ്ങളുടെ സ്ഥാനമാണ്. വഹുവ ബിൽ ഉഫഖിൽ അലാ ഇല റഫീഖിൽ അലാ. അൽ അലാ എന്ന ഉന്നതമായ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. സല്ലല്ലാഹു എന്ന കവിതയുടെ വ്യാഖ്യാനത്തിൽ ചെറിയ രൂപത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പികൾ ഇവിടെ ലഭ്യമല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ലഭ്യമാകുന്ന വിധത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ അല്ലാഹുവുമായി സംഭാഷണം നടത്തിയ മാസമാണ് മിഅ്റാജിന്റെ മാസമാണ്. രാപ്രയാണത്തിന്റെ ആശാരോടെയും മിഅ്റാജിന്റെയും അപ്പോൾ വറആഹു ഐനൻ വഫുആദൻ മർഹബാ. അല്ലാഹുവുമായി ലിഖാ ഉണ്ടാവുകയാണ്. അല്ലാഹുവിനെ ദർശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിന്റെ തെളിവാണ്. വിഷയം മാറുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് പോകാനാണ്. അങ്ങനെ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവര് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാണ്. വഅളിയാഫു ഹദറതി വദുർരിയത്തുൻ ജിനാക. ഓ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടുത്തെ മുമ്പിലേക്ക് വന്ന മക്കളാ. സലകനൽ ഫയാഫി വൽ ഖൈഫറ അലൻ നുജുബി. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ ദാഖിലിയിൽ എഴുതിയിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ? വഫൂദുൻ വസുവാറുൻ വഅളിയാഫു ഹദറതി മുകറമതിൻ മുസ്തൗതനിൽ ജൂദി വൽ ഖിസ്ബി വഫി النفസ് ഹാജാതുൻ مطالب نؤمل أن تقضى بجاهه എന്ന മഹാനവരുടെ ആമുഖം പറഞ്ഞിട്ട് പറയുകയാണ്, തവജ്ജഹ റസൂലല്ലാഹി ഫീ കുല്ലി ഹജതി ലനാ മുഹിമ്മിൻ ഫിൽ വഫിൽ ഖൽബി. എല്ലാവരും ആഗ്രഹ സഫലീകരണത്തിന് ചെല്ലുന്ന കേന്ദ്രമേതാണ്? എല്ലാവരും അവരുടെ വേദന ഇറക്കി വെക്കാൻ ചെല്ലുന്ന കേന്ദ്രമേതാണ്? എല്ലാവരും അവരുടെ ദുഃഖത്തിന് നിവാരണം ഏതാണ്? അത് എന്റെയും നിങ്ങളുടെ
നിങ്ങളുടെയും ആത്മാവിന്റെ പ്രകാശമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭാരമിറക്കി വെക്കാൻ എല്ലാവരും എത്തി. ഒരധ്യായം, അത് വേറെ ഒരധ്യായം, വളരെ വിശാലമായ ഒരു ചരിത്രം. മഹാനായ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഷ്ടമുരീദായ ഖാജാ മുഈനുദ്ദീൻ തങ്ങളോടൊപ്പം ചെല്ലുകയാണ്, മദീനയിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോൾ ഹബീബായ തങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കുകയാണ്. ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്ന് രണ്ട് സംഭവങ്ങളുടെ ആവർത്തനങ്ങളും റിവായത്തിന്റെ ഏകോപനങ്ങളും പറയാനുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു പോകാം. മഹാനായ ഉസ്മാൻ ഹാറൂനി തങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞിട്ട് ശിഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഉസ്താദിന്റെ മുസല്ലയും വുളുവെടുക്കാനുള്ള പാത്രവും കൊണ്ട് നടക്കുന്ന അതാ ശിഷ്യനെയും കൊണ്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ശിഷ്യനൊരു സമ്മാനം കൊടുക്കണേ. അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി സമ്മാനം വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ കൊണ്ടുപോയി സമ്മാനം കൊടുക്കാൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അറിയിപ്പ് ലഭിക്കുന്നത്, ഇന്ത്യയിലേക്ക് പോയിക്കോ, ഹിന്ദുസ്ഥാനിലേക്ക് പോയിക്കോ, ഇവിടെ ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കോ. അത് കഴിഞ്ഞ ഉടനെ ഉസ്താദും ശിഷ്യനും മദീനയിൽ നിന്ന് പിരിയുകയാണ്. മഹാനരായ ഉസ്മാൻ ഹാറൂനി തങ്ങളെ വിട്ട് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ അവിടുന്ന് വിടുകയാണ്. പിന്നീടുള്ള യാത്രയിൽ ഖുറാസാൻ വഴി വന്നിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമായി വന്ന ഒരു സ്ഥലമാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ വരുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രൗഢിയോടെ ദർസ് നടത്തുകയാണ്. വലിയ പ്രൗഢിയോടെ ദർസ് നടത്തുകയാണ്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരുപാട് സമാനതകളുള്ള ജീവിതമാണ്. ഒരുപാട് തുല്യതകൾ ചരിത്രത്തിൽ വായിക്കാവുന്ന വ്യക്തിത്വങ്ങളാണ്. അതിനൊന്നുമുള്ള സമയം ഇപ്പോഴില്ല. ഞാനിത് വേഗം പറഞ്ഞു നിർത്തുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് 40 മുരീദുമാരുമായി പുറപ്പെട്ടു ഇന്ത്യയിലേക്ക് എന്നൊരു ചരിത്രം എഴുതുമ്പോൾ, ഇല്ല, മഹാനവറുകൾ വീണ്ടും പോവുകയാണ്. മക്കയിലേക്ക് പോയി അവിടെ നിന്ന് മദീനയിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോൾ കൂടെ മഹാ ശിഷ്യന്മാരുണ്ട്. കാരണം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അടുക്കൽ നിന്ന് പേരും പ്രസിദ്ധിയും നേടിയിട്ട് വലിയ അംഗീകാരങ്ങൾ നേടിയ മഹാനാണ്. ആത്മീയ ലോകത്ത് അറിയപ്പെട്ട വ്യക്തിപ്രഭാവമായി മാറിയിരിക്കുകയാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ മദീനയിലെത്തി. മദീന ഒരു വികാരമാണ്. മദീന മുഹിബ്ബീങ്ങളുടെ ഒരു ആലയമാണ്. അല്ലാഹുവേ, മഹാന്മാരൊക്കെ മദീനയിലെത്തിയത് പറയുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഒരുപാട് തവണ എത്തിയിട്ട് ഹബീബായ തങ്ങളെ അനുഭവിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് വിളിച്ചു, മുഈനുദ്ദീനെ, ചരിത്രത്തിന്റെ എല്ലാ നിവേദനങ്ങളും പാർശ്വങ്ങളും വായിച്ചു പറയാൻ
ഇമാമുകളുടെ ഗ്രന്ഥങ്ങളും ഉറുദുവിലുള്ള കിതാബുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുതിരുന്നില്ല. മഹാനായ ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ വിളിച്ചു അകത്തളത്തിലേക്ക്. ഇന്ത്യയിലെ സുൽത്താനാക്കി നിങ്ങളെ നിയോഗിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. എവിടെയാണ് പോകേണ്ടത്? എല്ലാം മഹാനവറുകൾക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഖാജാ തങ്ങൾക്ക് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അവർക്ക് മദീനത്ത് ചെല്ലുമ്പോൾ ഒരവകാശം അവർക്ക് പറയാനുണ്ട്. ഞാനും നിങ്ങളും പറയും പോലെയല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവര് മുത്തുനബി തങ്ങളുടെ മക്കളാണ്. അതുകൊണ്ട് അവർക്ക് വലിയ അവകാശം പറയാനുണ്ട്. നബി തങ്ങളോട് ചോദിക്കാനുണ്ട്. യാ റസൂലല്ലാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നാൽ അവർക്ക് ചോദിക്കാനേറെയുണ്ട്. സലാം പറയുമ്പോഴേക്ക് അസ്സലാം യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നത് അവരവരുടെ വലിയുപ്പയാണ്. ഞാനും നിങ്ങളും പറയുമ്പോൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അവസാനം ഒരു ഖറാബത്തിന്റെ ബന്ധം എല്ലാവർക്കും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഉണ്ടാവും. അതാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ ജയിലിൽ അടച്ച് തല്ലിപ്പഴിപ്പിച്ച മദീനയിലെ ഗവർണർ പ്രതികാരമെടുക്കപ്പെടാൻ അർഹനാണ്. പക്ഷേ പ്രതികാരം ചോദിക്കാൻ ഞാനില്ല. കാരണം അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലയോ മാലിക്, എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി അപമര്യാദ ചെയ്തെങ്കിൽ ചെയ്തു, അവരോട് പ്രതികാരം ചോദിച്ചല്ലോ മാലികേ എന്നോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഔലിയാക്കളെല്ലാം സ്വാലിഹീങ്ങളെല്ലാം അഹ്ലുൽ ബൈത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വലിയ പദവിയുള്ള പിന്നെ സ്വീകരിക്കാതിരിക്കുമോ? അനുസരണയില്ലാത്ത മക്കളോട് പോലും മക്കളെന്ന ഒരു അനുതാപം ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ നിമിഷങ്ങളിൽ വരുമെങ്കിൽ വലിയ പദവിയോടെ ലോകത്തെ നബിതങ്ങളുടെ ഉമ്മത്തിന് സേവനം ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കാതിരിക്കുമോ? അതാണ് ഖാജാ തങ്ങളെ മദീനയിലേക്ക് ചെല്ലുമ്പോ അവര് തറവാട്ടിലേക്ക് ചെല്ലുകയാണ്, വലിയുപ്പാന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഉപ്പാപ്പാന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, അകത്തളത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോൻ വേഗം ഇന്ത്യയിലേക്ക് പോയിക്കോ, അവിടെ ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കോ. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾക്ക് പോകേണ്ട സ്ഥലം, തങ്ങേണ്ട സ്ഥലം മദീനയിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്, മദീനയിൽ നിന്ന് നൽകുകയാണ്. മഹാനവറുകൾ വീണ്ടും അതാ ലോകം ചുറ്റിക്കറങ്ങി വരികയാണ്. അവസാനം വരുന്നു ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബുഖാറ വഴി, ഡമാസ്കസ് വഴി, അതുപോലെ ലാഹോർ വഴി ബഹുമാനപ്പെട്ടവര് നേരെ വരുന്നു ഡൽഹിയിലേക്ക്. ഡൽഹിയിലെത്തി ഖാജാ തങ്ങൾ. ഇതിനിടയിൽ പല രാജ്യങ്ങളിലെ ബഹുമാനപ്പെട്ടവർ ബുഖാറയിൽ പോയപ്പോൾ, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ രാജാക്കളോടുള്ള സമീപനങ്ങൾ, മഹാനവറുകൾ ഇടക്കാലത്തൊരു തോട്ടത്തിൽ ഭരണാധികാരിക്ക് ഇഷ്ടമായില്ല. മഹാനവറുകളെ ഒന്ന് നോക്കി, ഈ അനിഷ്ടമായ ഒരു നോട്ടം നോക്കുമ്പോഴേക്ക് വീണുപോയി.
ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചു. ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മഹാനവറുകളുടെ ജീവിതയാത്രകളിൽ പറയാനുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. വളരെ ഹ്രസ്വമായി പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഖാജാ തങ്ങൾ നേരെ വന്നു ഡൽഹിയിൽ വരികയാണ്. ഡൽഹിയിൽ നിന്ന് മഹാനവറുകൾ ലാഹോർ വഴി ഡൽഹിയിൽ എത്തിച്ചേർന്നു. മഹാനവറുകളുടെ കൂടെ 40 പ്രധാന ശിഷ്യന്മാരുണ്ട്. മഹാനവറുകൾ നേരെ വരുന്നു. മുഈനുദ്ദീനിനെ പത്തർ സെ ജബ് ഫദാ ഹയ്യ അല സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിലെ ഭരണാധികാരി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തെങ്കിലും നിന്ന് ലക്ഷ്യസ്ഥാനമായ അജ്മീറിലേക്ക് വരികയാണ്. അജ്മീർ ഹൈന്ദവ ഭരിക്കുന്നതാണെങ്കിലും പ്രാദേശികമായി ഒരുപാട് സംഘടനകൾ നടക്കുന്ന നാടാണ്. കളർ പ്രജുഡീസ്, കളർ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കീഴാള മേലാള വർഗങ്ങൾ തമ്മിലുള്ള സാമൂഹികമായ ദുരവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു കാലം ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ വരികയാണ്. ഭരണാധികാരിക്കറിയാം അദ്ദേഹത്തിന്റെ മുൻഗാമികളായ പലരും മന്ത്രവാദികളായ ആളുകൾ ഇവിടെ അറബ് നാട്ടിൽ നിന്നൊരാൾ വരും, നിന്റെ അധികാരം നിഷ്പ്രഭമാകും എന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രാജാവ് പ്രദേശത്തിന്റെ കവാടങ്ങളിലെല്ലാം പ്രാദേശിക ഭരണപരിധിയുടെ ചുറ്റുവട്ടങ്ങളിലെല്ലാം ഒരു വിദേശിയും കടന്നു വരാതിരിക്കാനുള്ള എല്ലാ സെക്യൂരിറ്റിയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും അവിടെ ബാധകമല്ല. മഹാനവറുകളും ശിഷ്യന്മാരും അവിടേക്ക് വന്നു. അവിടേക്ക് വരുന്നില്ല. കാരണം എന്താണ്? ഒരു നിയോഗത്തിന്റെ ആഗമനമാണ്. ഒരു നിയോഗത്തിന്റെ ആഗമനമാണ്. പ്രപഞ്ചാധികാരിയുടെ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാർത്ഥവാഹക സംഘമാണ്. അവർ ചില ദൗത്യ നിർവഹണത്തിന് വേണ്ടി വരികയാണ്. മഹാനവറുകൾ വന്ന് അജ്മീർ. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ പറയുന്നത്. ഇത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ചില ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അജ്മീറിലെത്തിയപ്പോൾ പ്രാദേശിക ഭരണാധികാരി അറിഞ്ഞു ഇവിടെ ഒരാളും കുറച്ച് വന്നിട്ടുണ്ട്. ശരി, അവർ നേരെ തൊട്ടടുത്തുള്ള അനാസാഗർ തടാകത്തിലേക്ക് താമസം മാറി. പ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവർ നിസ്കരിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഉടനെ രാജാവിന്റെ സൈന്യം വന്നുകൊണ്ട് പറഞ്ഞു, അല്ല, ഇവിടെ ആ വിദേശത്തുനിന്ന് അനാസാഗറിന്റെ താഴ്വാരത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നു, താമസിക്കുന്നു, അവരുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, എന്നാൽ അവരെ അവിടുന്ന് തുരത്തണം. ഖാജാ തങ്ങൾ അവിടെ നിന്നു. പട്ടാളം ഒരുങ്ങി വരികയാണ് മഹാനവറുകളെ പായിക്കാൻ, മഹാനവറുകളെയും സംഘത്തെ ഓടിക്കാൻ. മഹാനവറുകൾ അവിടെ നിന്ന് ഇളകിയില്ല. മഹാനവറുകളുടെ സ്ഥിരമായ നിലപാട് കണ്ടപ്പോൾ വന്ന സൈന്യത്തിന് മനസ്സിലായി ഇവർക്ക് ആത്മീയമായ പല സിദ്ധികളുമുണ്ട്. ആ ആത്മീയമായ ഒരു ദാർഢ്യതയില്ലെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അവരുടെ വാഹനങ്ങൾ അനങ്ങും, അവരുടെ ഒട്ടകങ്ങൾ ചലിക്കും. നേരെ പട്ടാളക്കാര് പോയി പറയുകയാണ്, അല്ല, ഇവിടെ വന്നിട്ടുള്ള മനുഷ്യനെതിരെ നമ്മൾ പോയിട്ട് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഒട്ടകങ്ങളെ ഒന്നും വിളിച്ചിട്ട് അനങ്ങണില്ല, എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു, അദ്ദേഹത്തോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക, അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക, അദ്ദേഹത്തോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക, എന്നാൽ പരിഹാരമാകും. അവര് പോയി മാപ്പ് ചോദിച്ചു. അവരുടെ ഒട്ടകങ്ങൾ മോചിച്ചു കിട്ടി. ഖാജാ ഖ്യാതികൾ വളരുകയാണ്. ഭരണാധികാരികൾക്ക് അനിഷ്ടമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ആനുകാലികമായ ഒരു കാര്യം നിങ്ങൾ അറിയണം. ഖാജാ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ആളുകൾ കാര്യങ്ങൾ വായിക്കുകയാണ്.
മഹാനവറുകൾ വർണ്ണ വിവേചനത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ജനങ്ങളോട് പറയുകയാണ്. നന്മയുടെ ജീവിതം ജീവിക്കുകയാണ്. അല്ലാതെ കയ്യിൽ ഒരു ആയുധവും കരുതിയിട്ടില്ല. രാജാവ് ആദ്യം പരിശോധിച്ചത് അവരുടെ കയ്യിൽ ആയുധമുണ്ടോ എന്നാണ്. ഇല്ല, ഒരായുധവും കരുതിയിട്ടില്ല. ശാന്തഗംഭീരമായ ഒരു വ്യക്തിപ്രഭാവം. അവരുടെ മതമനുസരിച്ച് ആരാധന നടത്തുകയാണ്. അവരെ വായിക്കാൻ ഇവിടെയുള്ള അവസരം ലഭിക്കുകയാണ്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്ന് പറയുന്ന ആളുകൾ ഖാജാ തങ്ങളുടെ ഇന്ത്യയിലെ ചരിത്രം വായിക്കട്ടെ. ഞാനിത് പറയുമ്പോഴും ഇന്ത്യയുടെ അമേരിക്കയുടെയും ഭരണാധികാരികൾ ഖാജാ തങ്ങളുടെ ഖബറിന്റെ മേൽ ചാദർ വിരിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. തഅജ്ജുബ് ഹേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആലേഖനം ചെയ്തതായിട്ടാണ് ഞാൻ കണ്ട ചിത്രത്തിലുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ചിത്രം മാത്രം കണ്ടിട്ടൊന്നും പറയാനൊന്നും കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്, റസൂലാണ് എന്ന മഹത്തായ പ്രഖ്യാപനം മഹാനായ ഖാജാ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേൽ ഇടാൻ ഇന്ത്യയുടെ ഭരണാധികാരി, അമേരിക്കയുടെ ഭരണാധികാരി എല്ലാം മത്സരിക്കുകയാണ്. എന്തിന്? അതിനൊരു മറുപടിയുള്ളൂ, അള്ളാഹു അവരുടെ ഖൽബിൽ ഇട്ടുകൊടുത്തു എന്ന് മാത്രം. സുൽത്താനെ അംഗീകരിക്കാൻ മാത്രം, വേറെ ഒന്നുമില്ല. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി അൽ-സഞ്ചരി റളിയല്ലാഹു അൻഹുവിനെ സുൽത്താനുൽ ഹിന്ദായി അംഗീകരിക്കാതിരിക്കാൻ ആർക്കും പറ്റുന്നില്ല. ബഹുമാനപ്പെട്ടവരെ അങ്ങനെ നിയോഗിച്ചു വിട്ടതാരാണ്? ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് കോളം എഴുതിയാലും, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്നു എന്ന് പത്രമീഡിയകൾ എഴുതിയാലും, തത്വത്തിൽ ഒരാൾ സുൽത്താനുൽ ഹിന്ദിനെ ആദരിക്കുകയാണ്. അതിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, കാരണങ്ങൾ ഉണ്ടാകാം. ഏതായാലും ശരി, ഇവിടെ മഹാനവറുകൾ ആദരിക്കപ്പെടുകയാണ്. അതാ സഞ്ചർ മഹാനവറുകൾ അജ്മീറിൽ വന്ന് അനാസാഗറിന്റെ താഴ്വാരം പല വിധേനയുള്ള ആളുകളും വന്നു നോക്കി. പല വിധേനയുള്ള ആളുകളും, മന്ത്രവാദികളും, കവടി നിരത്തുന്നവരും, ജാലവിദ്യക്കാരും, ജാടവിദ്യക്കാരും എല്ലാവരും വന്നു നോക്കി. മഹാന്മാരായ ഔലിയാക്കൾക്ക് അംബിയാ മുഅ്ജിസത്ത് ഭാഗമായ കറാമത്തുകൾ ഉണ്ടാകും. ചില ഔലിയാക്കൾക്ക് മൂസവിയായ കറാമത്തുണ്ടാവും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനോട് ബന്ധപ്പെട്ടത് അത് അത്തിബിയാന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാം ജലാശയം കടന്നുപോയതുപോലെ സ്വഹാബത്ത് ജലാശയം കടന്നുപോയിട്ടുണ്ട്. അത് മൂസവിയായ കറാമത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നിജ്വാലന്നതുപോലെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അഗ്നിജ്വാലകൾ മറികടന്നിട്ടുണ്ട്. അത് ഇബ്രാഹിമിയായ കറാമത്താണ്. അതുപോലെ ഉണ്ടാകാം മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾക്ക് അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളോട് ബന്ധമുണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് ഈ ഉമ്മത്തിലെ ഔലിയാക്കളുടെ കറാമത്ത്. മൊത്തത്തിൽ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുമായി പല വിധേനയാകാം. അതല്ലേ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലികുല്ലി വലില്ലഹു ഖദമുൻ വഇന്നി على قدم النبي بدر الكمال. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവാശി
ചെയ്യുന്നവർ. നബി സല്ലല്ലാഹു തങ്ങളുടെ പ്രത്യേകമായ മദദും ഇഅ്തിമാദും എല്ലാം ലഭിച്ചിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുമ്പോൾ തങ്ങളോട് പറയും, തങ്ങളെ ഇന്ന ഇന്ന എതിർപ്പുകളുണ്ട്, ഇന്ന ഇന്ന വിമർശകരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരോട് പറയും ബിലിസാനിൽ എന്ന് ഇമാമിയങ്ങൾ എഴുതിയിട്ട് പറയുകയാണ്. ഞാൻ എന്റെ പ്രശ്നങ്ങളെല്ലാം നബി തങ്ങളോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അന ലഹുറുക വ അന സനദുക. മോനെ ബേജാറാകണ്ട, ഞാൻ മോനെ താങ്ങും തണലുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും എന്ന് മനാഖിബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ എന്നതുപോലെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവർക്കെല്ലാം ഉണ്ട്. ഖാജാ തങ്ങൾ നിൽക്കുകയാണ്. ഒരു ജാലവിദ്യക്കാരൻ വരുന്നു, അയാളുടെ മുഴുവൻ തിട്ടൂരവും ഉയർത്തിപ്പിടിച്ച് വരികയാണ്. ഖാജാ തങ്ങളതാ വലിയൊരു വട്ടം വരച്ചു. എന്നിട്ട് കൂട്ടുകാരെയും കൊണ്ട് ആ വട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. വര വരച്ചതിന്റെ ഉള്ളിൽ മനസ്സമാധാനത്തോടെ നിൽക്കുകയാണ്. അവർക്ക് ഇളക്കമില്ല, അനക്കമില്ല. എതിർക്കാൻ വന്നവർക്ക് വര മറികടക്കാൻ വയ്യ. അവർക്ക് വര മറികടന്ന് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം വരികയാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് വരികയാണ്. അതാ അക്രമികളുടെ നേതാവായി വന്നയാൾ അബ്ദുല്ലാ എന്ന അല്ലാഹുവിന്റെ ദാസനായി മഹാനവറുകളുടെ ശിഷ്യനായി മാറുകയാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ മുരീദായി മാറി. വരട്ടെ, അങ്ങനെ മനോഹരമായ വഴിയിലൂടെ അജ്മീറിൽ കഴിഞ്ഞുകൂടുമ്പോൾ അതാ അനാചാകരം മലിനമാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിസ്കരിക്കുന്നു, ഇവിടെ മലിനമാക്കുന്നു പറഞ്ഞ മഹാനവറുകളുടെ തടാകത്തിന്റെ മാറ്റാൻ ഒരുങ്ങിയപ്പോൾ തടാകത്തിൽ വെള്ളം കാണാനില്ല. വന്നു നോക്കിയപ്പോൾ തടാകത്തിൽ വെള്ളം കാണാനില്ല. അതിന് പല ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അവർ നോക്കിയപ്പോൾ കാണാനില്ല. അതിലെ എല്ലാ വെള്ളവും മഹാനവറുകൾ ഒരു കുടത്തിലേക്ക് ചുരുക്കി. പിന്നീട് അത് ഒഴിച്ചപ്പോഴേക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറി. അങ്ങനെയും ചില വായനകളുണ്ട്. ഏതായാലും മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടാനാവില്ല. അങ്ങനെ അതാ ആളുകൾ കൂടിക്കൂടി വരികയാണ്. വാളില്ല, ാട്ടമില്ല, സംവാദമില്ല. ആത്മീയമായ ജീവിതത്തിലൂടെ അതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ വരികയാണ്. എല്ലാ ഭരണാധികാരികളും മഹാനവറുകളുടെ മുമ്പിലാണ്. എല്ലാ ഭരണാധികാരികളും മഹാനവറുകളുടെ മുമ്പിലാണ്. പൃഥ്വിരാജ് എന്ന ഭരണാധികാരി മഹാനവറുകളെ പല നിലയിലും പരാജയപ്പെടുത്താൻ നോക്കി, സാധിച്ചില്ല. അവസാനം അയാൾ മഹാനവറുകളെ അംഗീകരിക്കുകയാണ്, മഹാനവറുകളെ സ്വീകരിക്കുകയാണ്. കാരണം അയാളുടെ അനുയായികൾക്ക് ഒന്നും ചെയ്യാൻ ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ തടുക്കാനാവുന്നില്ല. അത് ആയുധം കൊണ്ടല്ല, മറ്റേതെങ്കിലും ശക്തി കൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമമായ ഈമാനിന്റെ ദാർഢ്യതയാണ് ഇസ്ലാം പറഞ്ഞ മാന്യമാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പച്ചയായ ജീവിതം. അതാണ് ഹാലു റജുലിൻ അൻഫഉ മിൻ ബഅദി അൽഫി റജുലിൻ. ഒരാളുടെ അവസ്ഥയാണ് 1000 ആളുകളുടെ ഉപദേശത്തേക്കാൾ ഫലം ചെയ്യുക.
ആത്മീയമായ മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾ 1000 ആളുകൾക്ക് മാർഗദർശനം നൽകുന്ന ആളാണ്. ആ നിലക്കുള്ള മാതൃകായോഗ്യരായ വ്യക്തിത്വങ്ങളാണ് ഔലിയാക്കളെന്ന് പറയുന്നത്. ഇന്ന് ചില ആളുകൾക്ക് ഔലിയാക്കളെ കണ്ടുകൂടാ. ഔലിയാക്കളുടെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിക ദഅവത്തിന്റെ ചരിത്രം വായിക്കാൻ കഴിയില്ല. ഔലിയാക്കളെ ആരെയും വേണ്ട, ഇസ്ലാം മതി എന്നൊരാൾ തീരുമാനിച്ചാൽ, സൂഫിയാക്കളെ ഒന്നും വേണ്ട, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതു രാജ്യത്തെ ഇസ്ലാമാണ് നിങ്ങളുടെ. ഒരു ഭാഗത്ത് നോക്കിയാൽ ഖാജാ അജ്മീരി തങ്ങളിലൂടെയുള്ള കോടാനുകോടി വിശ്വാസികൾ, മറുഭാഗത്ത് നോക്കിയാൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആത്മീയ മാർഗത്തിലൂടെ വന്നവർ, വേറെ ഒരു മാർഗത്തിലൂടെ നോക്കിയാൽ അബ്ദുറഹ്മാൻ നഖ്ശബന്ദിയിലൂടെ വന്നവർ, ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിലൂടെ വന്നവർ, വേറെ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിലൂടെ വന്നവർ, മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഇമാം അബുൽ ഹസൻ ശാദുരി റളിയല്ലാഹു അൻഹു വന്നവർ. ലോകത്തെ ഇസ്ലാം ചരിത്രം എടുത്തു നോക്കിയാൽ ഔലിയാക്കളുടെ മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെയാണ് അത്യത്ഭുതകരമായി ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്നിട്ട് അവരെ എല്ലാവരെയും നിഷേധിക്കാമെന്ന് വിചാരിച്ചാൽ ലോക ഇസ്ലാമിക ചരിത്രത്തെ നിഷേധിക്കലായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖാജാ തങ്ങൾ ഒരു ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചുള്ള പഠനം ഒരിക്കലും സാധ്യമല്ല. മുസ്ലിം മുസ്ലിങ്ങളെ പഠിച്ചു നോക്കിയാൽ ഉണ്ടാവും ഓരോ ഔലിയാക്കളും പറയാം. ഖുത്ബെ വേലൂർ മഹാനവറുകൾ അന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കൊണ്ട് ലെറ്റർ എഴുതിയ മഹാനാണ് ഖുത്ബെ വേലൂർ ബാനിയെ ലത്തീഫിയ, അവിടുത്തെ വലിയ ഹസ്രത്ത് അവർ. അറിയുമോ സഹോദരന്മാരെ, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളടക്കം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദുൽ സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വഴിയുണ്ടാക്കി. ഏത് കാലത്താ? അക്ബർ ഭരിക്കുന്ന കാലത്ത് ദീനേ ഇലാഹിയിലൂടെ ആളുകൾ വഴിമാറുന്ന ഒരു ലോകത്ത് ജയിലിൽ അടക്കപ്പെട്ടപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദുൽ സർഹിന്ദി അൽ ഫാറൂഖി മുജദ്ദിദുൽ അൽഫിസ്ഥാനി വലിയ ദഅവത്തിന്റെ നേതാവായി നിലകൊണ്ടു. മഹാനവറുകളിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിടത്തുനിന്ന് മാറി. ഓരോ നാട്ടിലുമുള്ള ഔലിയാക്കളുടെ മഖാമുകൾ, മഖ്ബറകൾ നമ്മൾ അറിയുമ്പോൾ അവിടെയെല്ലാം ഇന്നലകൾ അവർ നടത്തിയ ദഅവത്തിന്റെ ചരിത്രങ്ങളാണ് അറിയുന്നത്. എന്നാൽ ഖാജാ തങ്ങളുടെ ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? നമ്മളെ സാധാരണഗതിയിൽ സാധാരണമുള്ള കറാമത്തുകൾ എണ്ണാറുണ്ട്. അതിനേക്കാളൊക്കെ വലിയ കറാമത്ത് ഏതാണ്? ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു എന്നതാണ്, അല്ലെങ്കിൽ കാരണമായി എന്നതാണ് മഹാനവറുകളുടെ ഏറ്റവും വലിയ കറാമത്ത്. ഏറ്റവും വലിയ കറാമത്ത് അതാ. ഇന്നും മഹാനവറുകൾ സുൽത്താനുൽ ഹിന്ദായി വാഴുമ്പോൾ കേരളത്തിലുള്ള ആളുകളും തമിഴ്നാട്ടിലുള്ള ആളുകളും ബീഹാറിലുള്ള ആളുകളും ഗുജറാത്തിലുള്ള ആളുകളും എല്ലാം മഹാനവറുകളുടെ ആത്മീയമായ സഹായം അനുഭവിക്കുകയാണ്. മഹാനവറുകളുടെ ശിഷ്യനാണ് ഡൽഹിയിൽ വിശ്രമിക്കുന്ന മഹാനായ ഇമാം ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു. അറിയുമോ, മഹറോളിൽ വിശ്രമിക്കുന്ന ഇമാം ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ഖാജാ തങ്ങളുടെ മുരീദാണ്. ഡൽഹിയിലെ ആത്മീയ ചക്രവാളത്തിന്റെ അധ്യക്ഷനാണ്. അല്ലാമത്തുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ് നിളാമുദ്ദീൻ ഔലിയാ റളിയല്ലാഹു അൻഹു. അതാ ഡൽഹിയിൽ വിശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ദഅവത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിലെല്ലാം കഴിഞ്ഞ കാലത്തെ ഔലിയാക്കളെ കാണാം.
അറിയുമോ സഹോദരന്മാരെ, ഞാൻ എന്റെ അവതരണം അവസാനിപ്പിക്കുകയാണ്. അവസാനം മഹാനവറുകൾ അതാ വളരെ വൈകിട്ടാണ് വിവാഹം കഴിച്ചത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ നിർദ്ദേശമാണ്. എന്തേ വിവാഹം വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ വിവാഹത്തിന് ആവശ്യമായ സാഹചര്യമില്ലായിരുന്നു എന്നാണ് ചരിത്രം അതിന് മറുപടി പറയുന്നത്. അവസാനം ഭരണാധികാരി നിന്ന് വിവാഹം കഴിച്ച് ഔലിയാക്കളായ മക്കളെ സമ്മാനിച്ച് 2 വിവാഹം മഹാനവറുകൾ കഴിച്ചിട്ടുണ്ട്. 96ാമത്തെ വയസ്സിൽ അവിടുത്തെ ആധ്യാത്മികമായ ജീവിതവുമായി അജ്മീറിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആളുകൾ മഹാനവറുകളെ നോക്കുമ്പോ അധിക നേരവും ഔറാദിലാണ്, ഇബാദത്തിലാണ്, ഏകാന്തമായി റബ്ബിനോട് സംവദിക്കുകയാണ്. ഇത്രയും വലിയ ആത്മീയ ചക്രവാളത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോഴും ഏകാന്തമായി റബ്ബിനോട് സംവദിക്കുകയാണ്. അകത്ത് മുറിയിലേക്ക് കടന്നാൽ തഹ്ലീലിന്റെ ശബ്ദമാണ്, ദിക്ർ ഔറാദുകളുടെ ശബ്ദമാണ്. ബഖ്തിയാരിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനെ ആത്മീയ പരമ്പരയുടെ അനന്തര ഖിർഖ ഏൽപ്പിച്ചുകൊണ്ട് മകനെ വിളിച്ച് വസിയ്യത്തുകൾ നൽകി. ഹിജ്റ 632 റജബ് 6 റജബ് മാസം 6-ാം തീയതി രാത്രി ഖാജാ തങ്ങൾ അവിടുത്തെ മുറിയിലേക്ക് ഔറാദിന് കയറി. കഥകടച്ചു. അതാ ഔറാദിലാണ്, ഇബാദത്തിലാണ്. ഖാദിമക്കേറെ സമയം കഴിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് അനക്കമില്ല, ശബ്ദമില്ല. നോക്കിയപ്പോൾ അതാ കിടക്കുകയാണ്, റബ്ബിലേക്ക് ചേർന്ന് ദിക്ർ ചൊല്ലി കിടക്കുകയാണ്. അതാ അല്ലാഹുവിലേക്ക് ദിക്റിലൂടെ ചേർന്നിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെല്ലാം അങ്ങനെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെല്ലാം അങ്ങനെയാണ്. അവര് ദിക്റിലൂടെ ഔറാദിലൂടെ അല്ലാഹുവിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വിയോഗമുണ്ടാകുന്നത്. ഇടയ്ക്ക് ഞാൻ അവസരോചിതമായി ഒന്ന് പറയട്ടെ. എന്റെ ബാഗിൽ ഒരു അറബി പത്രം ഉണ്ടാവും. ബാഗിൽ നമ്മൾ മഹാന്മാരായ ഔലിയാക്കളെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ലോകത്തോട് വിട പറയാൻ നേരം അതാ മഹാനവറുകളുടെ ശൈലി എന്താണ്, മഹാനവറുകളുടെ അവസ്ഥ എന്താണ്? മൂത്ത മകനെ വിളിക്കുകയാണ്, അലൈക ബിത്തൗഹീദ്, അലൈക ബിത്തൗഹീദ്, അലൈക ബിത്തൗഹീദ് വജഖൈനി കുല്ലിഹാ അത്തൗഹീദ്. മോനെ, തൗഹീദിനെ മുറുകെ പിടിക്കണം, തൗഹീദിനെ മുറുകെ പിടിക്കണം. എല്ലാ നന്മയുടെയും ആകത്തുക തൗഹീദാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കിടക്കുമ്പോൾ അതാ മഹാനവറുകളുടെ മകൻ വന്ന് ചോദിക്കുകയാണ്, ഉപ്പാ എങ്ങനെയുണ്ട് ഉപ്പാ? ഉടനെ മഹാനായ ഔസുൽ അഅ്ദം പീറാനെ പീർ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാണ്, ജമീഉ അഅ്ദാഇ തുലിമുനി ഇല്ലാ ഖൽബി വഖൽബി ഇൻദ റബ്ബി. ജമീഉ അഅ്ദാഇ തുലിമുനി ഇല്ലാ ഖൽബി വഖൽബി ഇൻദ റബ്ബി. എന്റെ എല്ലാ അവയവങ്ങൾക്കും വേദനയുണ്ട്, എന്നാൽ എന്റെ കൽബിന് വേദനയില്ല. കാരണം കൽബി ഇൻദ റബ്ബി, എന്റെ കൽബ് അല്ലാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് എന്റെ കൽബിന് വേദനയില്ല. അങ്ങനെ അല്ലാഹു എന്ന ദിക്ർ ചൊല്ലിയിട്ട് മഹാനായ ഔസുൽ അഅ്ദം തങ്ങൾ യാത്രയായി.
ഇത് സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അത് താജുൽ ഉലമാ തങ്ങൾക്ക് പറയാൻ, അത് നൂറുൽ ഉലമാ ഉസ്താദിന് പറയാൻ. ഇപ്പൊ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി അവർകൾ വഫാത്തായി. ആ വഫാത്തായ ശേഷം പ്രസിദ്ധീകരിച്ച 2015 20/4/2015 റജബ് 1 തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച പത്രമാണ് മക്കയിലെ ഡെയിലി ന്യൂസ് പേപ്പർ. ആ ഡെയിലി ന്യൂസ് പേപ്പറിൽ എഴുതുന്നത് മക്ക വേദനിച്ചുപോയി. في وفاة بروفيسور تفسير الاحاديث النبويه الشريفه وسيبويه اللغه العربيه الاستاذ فؤاد السندي. അദ്ദേഹത്തിന്റെ വഫാത്തും അതുപോലെ തന്നെ വഫാത്ത് സയ്യിദുൽ ജലീൽ സലീൽ ആലിൽ ബൈത്തുൻ നബവി വമഅദൻ الرسالة السيد عباس بن السيد علوي المالكي. ഈ രണ്ടുപേരുടെയും വഫാത്തിൽ മക്ക പെടഞ്ഞുപോയി. അത്രയും വലിയ മഹാന്മാരായിരുന്നു. പത്രത്തിന്റെ ഭാഷയാണ് ഞാൻ വായിക്കുന്നത്. വഖദ് നതഖ ബിശ്ശഹാദതൈൻ. സയ്യിദ് അലവി അൽ മാലിക്കി അവർകൾ 2 ഷഹാദത്തും ഉച്ചരിച്ചു. ഖുബൈല സുഊദി റൂഹിഹി ഇലാ ബാരിഇഹാ. അല്ലാഹുവിലേക്ക് ആത്മാവ് പാറി ഉയരുന്നതിന് മുമ്പ് 2 ഷഹാദത്തും ഉച്ചരിച്ചുകൊണ്ടാണ് അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി. ആരാണ് അബ്ബാസ് മാലിക്കി? ലോകം മുഴുവനും മൗലിദിന്റെ പ്രചാരണം നടത്തിയ മഹാൻ. നമ്മുടെ നാട്ടിലും വന്ന് മഹാനവറുകൾ മൗലിദിന്റെ പ്രചാരണം നടത്തി. ബുറുദയുടെ പുതിയ ഇശലുകൾ നമുക്ക് നൽകി. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അങ്ങനെ ലോകം മുഴുവനും ബുറുദയുമായി നടന്ന മഹാനായ മാലിക്കി തങ്ങൾ വഫാത്താകുമ്പോൾ വഖദ് നതഖ ബിശ്ശഹാദതൈൻ ഖുബൈല സുഊദി റൂഹിഹി ഇലാ ബാരിഇഹാ. ആത്മാവ് റബ്ബിലേക്ക് പറക്കുന്നതിന് മുമ്പ്, ഉയരുന്നതിന് മുമ്പ് ഷഹാദത്ത് ചൊല്ലിയാണ് മരിച്ചത്. ഒരാൾ അങ്ങനെ മരിച്ചാൽ സ്വർഗത്തിലാണെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പ ബുറുദ ഖുറാഫാത്താണെന്നല്ലല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ ബുറുദയും മൗലിദും ഒക്കെ എതിർക്കുന്നവരുണ്ട്. അവർ കൂടി അറിയാനാണ് ഞാൻ പറയുന്നത്. മഹാനവറുകളുടെ ശരീരം ഖബറടക്കപ്പെട്ടു. വഖുബിറ ബൈന തഹ്ലീലി വത്തക്ബീർ ബിജിവാരിൽ ജദ്ദത്തിൽ കുബ്റാ ലിആലിൽ ബൈത്തി ഉമ്മിൽ മുഅ്മിനീൻ السيدة خديجة أولى زوجات الحبيب المحبوب محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله ومن إليهم منسوب. മഹാനവറുകളുടെ ശരീരം ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ട് ഖബറടക്കിയപ്പോൾ തക്ബീറിന്റെയും തഹ്ലീലിന്റെയും ഇടയിലാണ് മഹാനവറുകളുടെ ശരീരം ഖബറടക്കിയത്. തുടങ്ങി മഹാനവറുകളുടെ ഏറെ മഹത്വം പറയുകയാണ്. ഒന്നുകൂടി ഞാൻ അനുബന്ധം പറയുന്നതിൽ ഒരു സമയത്തിനോടൊരു യോജിപ്പുണ്ടെന്ന് തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരാണവർ. മസ്ജിദുൽ ഹറാമിൽ ബാബുസ്സലാമിൽ ദർസ് നടത്തിയ പരമ്പരയിലെ മക്കളാണവർ. ആ മഹാന്മാരായ ആളുകൾ അതാ അബ്ബാസ് മാലിക്കി തങ്ങളുടെ ശരീരം ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെ നിസ്കരിക്കാൻ ഇമാമത്തിന് വേണ്ടി മുന്നിൽ നിന്ന ആളാരെന്നറിയുമോ? നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നമ്മുടെ അഭിമാനമായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ ആ കുടുംബം വലിയ ബഹുമാനത്തോടെ കൊണ്ടുവന്ന് ഉസ്താദിനെ യാത്രയാക്കി എന്ന് അപ്പോഴവിടെ കൂടെ ഉണ്ടായിരുന്നവർ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ മഹനീയമായ പാരമ്പര്യം. അവര് കലിമ ചൊല്ലി അല്ലാഹുവിലേക്ക് ഒരുങ്ങി തയ്യാറായി യാത്രയാവുകയാണ്. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് ഹഖാണ് എന്നതിന് സാധാരണക്കാര് മനസ്സിലാക്കി വെക്കേണ്ട ഒരു തെളിവ് നമ്മുടെ വീട്ടിലൊക്കെ വല്യമ്മമാരുടെ മരണമാണ്. നമ്മുടെ വീട്ടിലൊക്കെ വല്യപ്പമാരുടെ മരണ.
മൗലിദ് ഓതി, റാത്തീബ് ചൊല്ലി, സഫലമാലയും പാടി അങ്ങനെ ജീവിച്ചിരുന്ന നമ്മുടെ വല്യുപ്പമാരൊക്കെ കെലിമ ചൊല്ലി മരിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ സഹോദരന്മാരെ? എനിക്കുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ മരണം, എന്റെ വലിയുമ്മയുടെ മരണം. അവരൊക്കെ കെലിമ ചൊല്ലി മരിച്ചപ്പോൾ ഞങ്ങൾ കൂടെ അടുത്തു നിൽക്കുന്നവരായി. എന്റെ ഉപ്പ ഞങ്ങളുടെ ഒക്കെ ഉസ്താദായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 മക്കളും ഉമ്മയും അപ്പോൾ അവിടെയുണ്ട്. അവിടുന്ന് യാത്രയായി ഞങ്ങളെ മൗലിദ് ഓതിയിട്ട് പോറ്റി വളർത്തിയതാണ്. ഞങ്ങളുടെ ഉസ്താദായി അവിടുന്ന് ദീർഘകാലം പല പള്ളികളിലും ഖത്തീബായിരുന്നവരാണ്. അതുപോലെ നമ്മുടെ വലിയുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. പല ബിദ്അത്ത് കക്ഷികളും വന്ന് മൗലിദ് പറ്റൂല, റാത്തീബ് പറ്റൂല, അത് പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അത് ശിർക്കാണ്, അത് തൗഹീദിനെതിരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കലുള്ള ജീവിക്കുന്ന തെളിവാണ് ഇതെല്ലാം ചെയ്തിരുന്ന മഹാന്മാരുടെ മരണം, അവരുടെ വിയോഗം. അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന വലിയ നേതാവാണ് മഹാനായ നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് അവർകൾ. അതാ ഒരുങ്ങി തയ്യാറായിരുന്ന യാത്രയായവരാണ്. അല്ലാഹുവേ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ആത്മീയമായ പദവികളെ നീ ഉയർത്തണേ റബ്ബേ. അവര് കാണിച്ചു തന്ന സുന്നത്തു ജമാഅത്തിന്റെ മാർഗം അതാ വളച്ചുകെട്ടില്ലാതെ പരിപാലിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അതുപോലെ ഓരോ മഹാന്മാരെയും പറയാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു അതാ ലോകത്തോട് വിട പറയുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരെ ലോകത്തിന് നൽകിയിട്ടുണ്ട്. മനുഷ്യവർഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 67 ഖലീഫമാരുണ്ട്. ജിന്നുവർഗത്തിൽ നിന്ന് 55 ഖലീഫമാരുണ്ട്. അങ്ങനെ ഉണ്ടാകാം. ആത്മീയ ഭാഷ അറിയുന്നവർക്കത് മനസ്സിലാകുന്നതാണ്. എന്നാൽ ഖുത്ബുദ്ദീൻ അൽ-ബഖ്തിയാർ അൽ-കാക്കി അദ്-ദഹ്ലവി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ശിഷ്യന്മാരുടെ നേതാവായുള്ളത്. മഹാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പാഠം ഇന്നത്തെ നമ്മുടെ അവതരണത്തിന്റെ പ്രധാന ഭാഗമാണ്. ചരിത്രത്തിന്റെ ഒരു പകുതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അഥവാ റൂട്ട് ഞാൻ ഒന്ന് പറഞ്ഞു വന്നെന്നല്ലാതെ മഹാനവറുകളുടെ കറാമത്തുകൾ എണ്ണിയിട്ടില്ല. മഹാനവറുകൾ കടന്നു വന്ന വഴികൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ചെയ്തവറുകൾ അവിടുത്തെ കറാമത്തുകൾ പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാ ഭാഗികമായെങ്കിലും കേട്ടിട്ടുണ്ട്. ഉസ്താദുമാര് പലരും പറഞ്ഞിട്ടുണ്ടാകാം. ഇനിയും അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് പറയാം. മഹാനവറുകളുടെ പതിവെന്താണ്? എപ്പോഴും വുളൂഅ് ദായിമാക്കിയിരുന്ന മഹാനാണ്. രാത്രി നിസ്കാരം മുടക്കാത്ത മഹാനാണ്. ദുനിയാവിനോട് തീരെ ഹുബ്ബില്ലാത്ത മഹാനാണ്. മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മഹാനാണ്. അതുപോലെ ദിവസേന പരിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മാക്കിയിരുന്ന മഹാനാണ്. അറിയുമോ, കാൽനടയായി 45 തവണ ഹജ്ജിന് പോയ മഹാനാണ്. എല്ലാത്തിലും ഉപരിയായി സാധുക്കളായ മനുഷ്യന്മാരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത മഹാനാണ്. അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ആകാശം കണ്ടില്ലേ, എല്ലാവർക്കുമുള്ള മേലാപ്പാണ്. ഭൂമി കണ്ടില്ലേ, എല്ലാവർക്കുമുള്ള വിരിപ്പാണ്. പുഴകൾ കണ്ടില്ലേ, എല്ലാവർക്കുമുള്ള വെള്ളമാണ്. എന്നതുപോലെ നമ്മൾ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും കാരുണ്യം ചെയ്തു കൊടുക്കണം എന്നത് മഹാനവറുകളുടെ സന്ദേശമാണ്. നമ്മളൊക്കെ സാധാരണ അല്ലാഹുവിനോട് പ്രയാസങ്ങൾ തരരുതേ എന്നാണ് ദുആ ചെയ്യുന്നതെങ്കിൽ മഹാനവറുകൾ ദുആ ചെയ്തുകൊണ്ടിരുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണേ, അതുവഴി ക്ഷമിക്കാനാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ,
അല്ലാഹുവിനെ എപ്പോഴും ഓർക്കാനാണ്. അങ്ങനെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പൂമാല പോലെ സ്വീകരിച്ച മഹാനാണ്. പാവങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്നത്. മഹാനവറുകളുടെ അജ്മീറിൽ ചെന്നാൽ അതാ അറിയുമോ, അവിടെ എല്ലാവർക്കും ഭക്ഷണം സുലഭമാണ്, അവിടെ എല്ലാവർക്കും ഔദാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ചില ആളുകൾ അജ്മീറിന്റെ പരിസരങ്ങളിൽ ഇസ്ലാമിക ചിട്ടകൾക്ക് നിരക്കാത്ത അനാചാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഹാനവറുകളുമായി ബന്ധമില്ല. കാരണം ശരീഅത്തിന് 100% പാലിക്കണമെന്ന ജീവിതം കൊണ്ട് പഠിപ്പിച്ച മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു തരീഖത്തും ഖാജാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു തരീഖത്ത് ഖാജാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അജ്മീറിൽ പോയി വന്നതാണ്, ഇനി നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും മൂലയിലിരുന്നാൽ നമുക്കത് ബാധകമല്ല, വലിയവർക്കത് ബാധകമല്ല. അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിൽ പല വിധേനയുമുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടാകാം, അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ നോക്കുന്നത് ഖാജാ തങ്ങളിലേക്കാണ്, അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയത്തിലേക്കാണ്, അവിടുന്ന് കാണിച്ച ജീവിതത്തിലേക്കാണ്. മഹാനവറുകൾ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ നൽകിയ മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളെ ആലോചിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്നാമതായി അൽ ഈമാനു ബില്ലാഹി വഹ്ദാ, നല്ല ഈമാൻ നമ്മൾ മുറുകെ പിടിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. പരമാവധി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. ഔലിയാക്കളുടെ മാർഗം നമ്മൾ സ്വീകരിക്കണം. ജീവിക്കാൻ നമ്മൾ പഠിക്കണം. തഖ്വയിലൂടെയാണ് എല്ലാ ഔലിയാക്കളും ജയിച്ചു പോയത്. അതുപോലെ ഹബീബി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഹുബ്ബ് വെച്ചുകൊണ്ട് ജീവിച്ച് അതിലേക്ക് ലയിച്ചു ജീവിച്ചവരാണ്. അല്ലാഹ് ഞങ്ങളെ മുഴുവനും ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ആത്മീയ മാർഗത്തിൽ ജീവിക്കാനും അവരുടെ പൊരുത്തം നേടാനും അവസാനമായി അവരിലേക്ക് കൂടാനും തൗഫീഖ് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്, ഖാജാ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പകര ഉസ്താദ് അവർകൾ നല്ല ഒരു മൗലിദിന്റെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ് അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലായി എഴുതിയ ഐനിയ അഥവാ ഐന് കൊണ്ട് അവസാനിക്കുന്ന വളരെ വിശാലമായ ഒരു കവിതയുടെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ ഇവിടുത്തെ ദർസ് വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച സുവനീർ നിങ്ങൾക്ക് വേണ്ടിയാണ് അതൊക്കെ പ്രസിദ്ധീകരിച്ചത്. എല്ലാവരും അത് വാങ്ങി ഉപയോഗപ്പെടുത്തണം. ശൈഖുനാ ഉസ്താദ് അവർകൾ ഈ വേദിയിലേക്ക് വരേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും ഉസ്താദ് അവർകളുടെ സാന്നിധ്യവും ദുആയും സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങളോട് കൂടുതൽ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ട്രെയിനിന്റെ ടൈം അടുത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് കുറെ പരിപാടി, ഗ്രാമസഞ്ചാരം പരിപാടി ഇന്നും ഉണ്ടായിരുന്നു SSFന്റെ. അത് കഴിഞ്ഞിട്ടാണ് കൊടുവള്ളി ഭാഗത്ത് നിന്ന് വരുന്നത്. നാളെ കോളേജിൽ രാവിലെ എത്തേണ്ടതും ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ആത്മീയമായ മാർഗത്തെ ഇഷ്ടപ്പെടാനും അനുധാവനം ചെയ്യാനും സ്നേഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين وارحمنا برحمتك يا غاية الطالبين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.